എളുപ്പമായതുകൊണ്ട് ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോണത് മുരിങ്ങക്കായ വെച്ചിട്ട് ചോറിനൊക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ ആദ്യം നമ്മൾ മുരിങ്ങക്കായ നമ്മൾ കറിക്കൊക്കെ വെട്ടുന്നത് പോലെ കട്ട് ചെയ്തിട്ട് അതിനെ ക്രോസ് ചെയ്തൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. നല്ല കഴുകി വൃത്തിയാക്കിയ ശേഷം അതിൽ വെള്ളമൊക്കെ വാർത്തിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഏകദേശം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടിയും നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഒരു നുള്ളി ചിക്കൻ മസാലയോ അല്ലെങ്കിൽ ഗരം മസാലപ്പൊടിയോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഗരം മസാലപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മുരിങ്ങക്കായൻ്റെ എല്ലാ ഭാഗത്തേക്കും ആ ഒരു മസാലയൊക്കെ ഒന്ന് പിടിക്കുന്ന രീതിയിൽ കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇതേപോലെ ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നമ്മൾ സാധാരണ ഒക്കെ എന്താ പറയുക ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്ന രീതിയിൽ മാത്രം ഒഴിച്ചാൽ മതി, ഒരുപാട് വേണ്ട. അപ്പം ഇതിലേക്ക് ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അതൊന്ന് ചിക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 3 മുട്ടയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടാണ് ഞാനിതൊന്ന് ചിക്കി എടുക്കുന്നത്. ഇതേപോലെ നന്നായിട്ട് നമ്മൾ സാധാ മുട്ട ഉപ്പേരി ഉണ്ടാക്കുന്ന അതേപോലെ തന്നെ ഒന്നങ്ങ് ചിക്കി എടുത്താൽ മതി കേട്ടോ. ഇനി നല്ലോണം ഒന്ന് ആ ഒരു മുട്ട ഒരു പാത്രത്തിലോട്ട് മാറ്റിയ ശേഷം നമുക്ക് അതിലോട്ട് തന്നെ കുറച്ചും കൂടെ നേരത്തെ ഒഴിച്ച അതേ അളവിൽ തന്നെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മുടെ മുരിങ്ങാക്കായ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് അന്നങ്ങ് പരത്തി കൊടുക്കണം. അതിലേക്ക് തന്നെ കുറച്ച് കറിവേപ്പിൻ്റെലയും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ഒരു സൈഡ് പതിയെ ഇളക്കാതെ അങ്ങനെ കുറച്ച് സമയം വെക്കുക. എന്നിട്ട് പതിയെ മറിച്ചിട്ട് കൊടുക്കുക. നമ്മൾ മീനൊക്കെ പൊരിക്കുന്ന പോലെ തന്നെ എന്തായാലും ഇളക്കി നമ്മളിത് നല്ലപോലെ ഒന്ന് വേവിച്ച് പൊരിച്ചെടുക്കണം കേട്ടോ. നമുക്കിത് വെറും പൊരിച്ചെടുക്കുമ്പോൾ മാത്രം ഉൾഭാഗം വെന്തൂന്ന് വരില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഒന്ന് ചെറുതായിട്ടൊന്ന് അടച്ചു വെച്ച് ചെറുതീയിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഉൾഭാഗമൊക്കെ നന്നായി കുക്കായി വന്നതിന് ശേഷം നന്നായിട്ട് ഇതേ ഒരു പരുവത്തിൽ ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. ഡ്രൈ ആയ ശേഷം നമുക്ക് അതിലോട്ട് നമ്മൾ ചിക്കി വെച്ചിട്ടുള്ള കോഴിമുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ഈ ഒരു ഐറ്റം റെഡിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. താങ്ക് യു.